നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ രമേഷ് രാജമാണിക്യം. നമ്മളിന്ന് പറയാൻ പോകുന്നത് പടിഞ്ഞാറ് കന്നിമൂല, നൈരതിമൂലയിൽ ചില വീടുകളിൽ ഇങ്ങനെ വെട്ടിയിട്ട് അത് കുറച്ച് കുറവാക്കിയിട്ട് വീടുകൾ കാണാറുണ്ട്, ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ കുടുംബനാഥനാകുമ്പോൾ കുടുംബനാഥനെ നട്ടെല്ലിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. നട്ടെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടെല്ല് വളച്ചൽ വരിക, നട്ടെല്ലിന് ബുദ്ധിമുട്ട് വരിക. അതുപോലെ ശരിക്കും പറഞ്ഞാൽ തളർവാദം വരെ വരാനുള്ള സാധ്യത 90% ഉള്ളൊരു മൂലയാണിത്. അത് വളരെയേറെ ശ്രദ്ധിക്കണം. അതായത് ഒരു മനുഷ്യൻ്റെ ഒരു വാസ്തുപുരുഷൻ്റെ നട്ടെല്ലുള്ള ഭാഗം, അത് ഒരു മനുഷ്യനായിട്ട് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ നട്ടെല്ലുള്ള ഭാഗം. അതേപോലെ ഇവിടെ ബാത്റൂമൊക്കെ സെപ്റ്റി ടാങ്കൊക്കെ വരുമ്പോൾ, അതായത് നട്ടെല്ലിൽ വെള്ളം കയറിയാലുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നട്ടെല്ല് വളഞ്ഞു പോകും. വളഞ്ഞിൽ എത്ര ആരോഗ്യമുള്ള മനുഷ്യനായാലും ഒരുപാട് ഭാരങ്ങൾ മുതുകത്ത് നമ്മുടെ പുറത്ത് ഭാരങ്ങൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അധികകാലമൊന്നും ഒരാൾക്ക് ഭാരം ചുവന്ന് നിൽക്കാൻ പറ്റില്ല. ആ ഭാരം കൂടി മുതുക് നട്ടെല്ല് ആ വളഞ്ഞൊരവസ്ഥ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ട് വരാറുണ്ട്. അതുപോലെ തളർവാദം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അല്ലാണ്ട് അതേപോലെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ആൾക്കാർക്ക് ഓരോ വീട്ടിലെ ക്യാൻസറൊക്കെ വരുന്നത്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ക്യാൻസറൊക്കെ വരുന്നത് അത് ഭക്ഷണത്തിൻ്റെ എന്നൊക്കെ ഡോക്ടർമാരും അവരൊക്കെ പറയും. പക്ഷെ അതിൻ്റെ എല്ലാം നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ, തെക്ക് ഭാഗത്ത് വരുന്ന വാസ്തു കുറവിൻ്റെ കാരണമാണ് ഈ ക്യാൻസറിൻ്റെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത. അത് വളരെയേറെ ശ്രദ്ധിക്കുക. അത് ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തൊന്നൊരു ടോയ്ലറ്റ്, അങ്ങനെ ബാത്റൂം, അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ്. കിണർ, ഈ സ്റ്റെയർ കേസ് പടിഞ്ഞാറുന്ന് കയറും പോലുള്ള സ്റ്റെയർ കേസുകൾ, അങ്ങനെയുള്ള അതൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വളരെയേറെ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. അതായത് അതേപോലെ സുഹൃത്തുക്കളെ, നമ്മൾ പുറത്ത് കൊടുക്കുന്ന സ്റ്റെയർ കേസുകൾ ഉണ്ടല്ലോ, അത് ശരിയായ സ്ഥാനത്തല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളാണ് ചെയ്യുക. അത് ഞാൻ സുഹൃത്തുക്കളൊന്ന് വിശദീകരിച്ചൊന്ന് പറഞ്ഞുതരാം. വടക്ക് ഭാഗം നമുക്ക് പുറത്ത് സ്റ്റെയർ കേസ് കൊടുക്കണമെങ്കിൽ വടക്ക് ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് കയറും പോലെ, കിഴക്കുന്ന് പടിഞ്ഞാട്ട് കയറും പോലെ സ്റ്റെയർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ദോഷം ചെയ്യില്ല, ഗുണം ചെയ്യും. അതേപോലെ തിരിച്ചാണെങ്കിൽ നമുക്ക് വളരെയേറെ ദോഷങ്ങളാണ്. അതേപോലെ പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറയുമ്പോൾ കഴിയുന്നതും കന്നിമൂല, വടക്കുന്ന് തെക്കോട്ട് കയറും പോലെയുള്ള സ്റ്റെയർ കേസ് ഇത് കന്നിമൂലയിലേക്ക് ലാൻഡ് ചെയ്യണം പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, ഉത്തമമാണ്. അതേപോലെ തെക്ക് ഭാഗത്ത് കിഴക്കുന്ന് പടിഞ്ഞാട്ട് കയറും പോലെ സ്റ്റെയർ കേസ് കൊടുത്ത് ലാൻഡിങ് കൊടുത്ത് സ്റ്റെയർ കേസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു കാരണവശാലും അഗ്നിമൂലയിലേക്ക് ഇത് നന്നല്ല, ഇത് നല്ലതാ. ഇവിടെ പടിഞ്ഞാറ് ഭാഗം, തെക്കുന്ന് വടക്കോട്ട് കയറും പോലെയുള്ള സ്റ്റെയർ കേസ് നന്നല്ല, അത് ഉത്തമമല്ല. അത് ദോഷങ്ങൾ ചെയ്യും. കുടുംബനാഥന് ദുരിതങ്ങൾ, സാമ്പത്തികപരമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു യോഗമായിട്ട് തീരും അത്, ഈ സ്റ്റെയർ കേസ്. ഇത് പാടില്ല. വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കിഴക്ക് അഗ്നിമൂലയില് ഇത് നല്ലതാണ്, ഇത് ഉത്തമമാണ്. അതായത് കിഴക്ക് ഭാഗത്ത് നിന്ന് തെക്കോട്ട് കയറും പോലെയുള്ള സ്റ്റെയർ കേസ് വളരെയേറെ ഗുണം ചെയ്യും. തെക്കുന്ന് ഈശാന്യമൂലയിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ് നന്നല്ല. അത് കുടുംബനാഥന്റെ തലയിലെ ഭാരം പോലെയാവും. ഒരു മനുഷ്യന്റെ തലയിലെ ഒരുപാട് ഭാരം വന്നു കഴിഞ്ഞാൽ അവസ്ഥ മനസ്സിലാവുമല്ലോ. അതിൽ ഒരുപാട് കാര്യങ്ങൾ, ദോഷങ്ങൾ പറയാനുണ്ട്. ഞാൻ വരും വീഡിയോയിൽ കംപ്ലീറ്റ് വിശദീകരിച്ച് കുറേശ്ശെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇനിയിപ്പോൾ ദോഷങ്ങൾ മാത്രം പറഞ്ഞ് സുഹൃത്തുക്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല.
ഇതിൽ നമുക്ക് ഗുണങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കറക്റ്റായിട്ട് ഒരു വീട് വാസ്തുപരമായി ചെയ്ത് നമ്മൾ താമസിക്കുകയാണെങ്കിൽ നല്ല ജീവിതം, നല്ല സുഖസന്തോഷത്തോടു കൂടി സാമ്പത്തികപരമായി ഉയർച്ചയിലെത്തി സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ട യോഗം എല്ലാവർക്കും ഉണ്ട്. പ്രപഞ്ചം അതിന് എല്ലാവർക്കും നമുക്ക് അതിനുള്ള ഇത് വരദാനം തന്നിട്ടുണ്ട്. അതാരും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഓരോ വീടുകളിലെ ബുദ്ധിമുട്ടുകൾ വരിക, അസുഖങ്ങൾ വരിക. ഒരുപാട് സുഹൃത്തുക്കൾ അവരവരുടെ കുടുംബത്തിൽ ഒരുപാട് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ ചെയ്യുക? ശ്രദ്ധിക്കുക, എന്നെങ്കിലും ശ്രദ്ധിക്കുക. ദോഷങ്ങളുണ്ടെങ്കിൽ തീർക്കാൻ നോക്കുക സുഹൃത്തുക്കൾ, അതാണ് നല്ലത്. പരമാവധി എത്രയും പെട്ടെന്ന് അതിങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് ദോഷങ്ങൾ തീർത്ത് സുഖവും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കും. നന്ദി, നമസ്കാരം.